ലോകസഭാ തെരഞ്ഞെടുപ്പ് മുതൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെയുള്ള, അതിനിടയിൽ ഈ നിയമസഭയുണ്ട്, തെരഞ്ഞെടുപ്പ് വരെയുള്ള 2009 മുതൽ 2025 വരെ, കഴിഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് വരെ കേരള രാഷ്ട്രീയം എങ്ങനെയാണ് ചിന്തിച്ചത്? ഇവിടെ ആളുകൾ തള്ളിമറിക്കുന്ന പോലെ 58 സീറ്റ് LDFിനുണ്ട്, 38 സീറ്റ് UDF കോൺഗ്രസിനുണ്ട്, 11 സീറ്റ് 15 സീറ്റ് 12 സീറ്റ് BJPക്കുണ്ട്. അതൊന്നുമല്ല. ജനങ്ങൾ അങ്ങനെ ഒന്നുമല്ല ചിന്തിക്കുന്നത്. ജനങ്ങളുടെ ചിന്ത മറ്റൊരു തരത്തിലേക്കാണ്. ഞാൻ കണക്കുകൾ കൊണ്ട് തന്നെ പറയാം. 2009 ലോകസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. UDF 100 അസംബ്ലി മണ്ഡലങ്ങളിൽ ജയിച്ചു. 100 ലോകസഭാ മണ്ഡലം ഇല്ല കേട്ടോ, 20 ഉള്ളൂ. ഇനി കേട്ടോണ്ട് വന്നിട്ട് വേറെ വല്ലതും പറയരുത്. 20 ലോകസഭാ മണ്ഡലമേ ഉള്ളൂ. പക്ഷേ 140 നിയോജക മണ്ഡലമുണ്ട്, അസംബ്ലി മണ്ഡലമുണ്ട്. അതിൽ 100 അസംബ്ലി മണ്ഡലത്തിൽ UDF 2009 ലോകസഭയിൽ പിടിച്ചു. 40 നിയമസഭാ മണ്ഡലങ്ങളിൽ LDF പിടിച്ചു. 40 ചുരുങ്ങി. എന്നാൽ നിയമസഭ തൊട്ട് 2 വർഷം കഴിഞ്ഞ്, 2009 കഴിഞ്ഞ് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ UDF 72 സീറ്റ് പിടിച്ചു. അങ്ങനെയാണ് ഉമ്മൻചാണ്ടി അധികാരത്തിൽ വരുന്നതും. LDF 68 സീറ്റ് പിടിച്ചു. 40 ലോകസഭയിലെ 40 നിന്ന് 2 വർഷം മുമ്പ് നടന്ന ലോകസഭയുടെ 40 നിന്ന് 28 സീറ്റ് കൂടുതൽ പിടിച്ചു. മറ്റവരാണെങ്കിൽ 72 നിന്ന് 28 സീറ്റ് കുറയുകയും, 100 നിന്ന് 28 സീറ്റ് കുറയുകയും ചെയ്തു. എത്ര മനോഹരം! BJP ഒന്നും പിടിച്ചില്ല. 2014 ലോകസഭയാകുമ്പോൾ 80 മണ്ഡലങ്ങളിൽ UDF, തൊട്ട് മുമ്പത്തെ നിയമസഭയിൽ 72 LDF ആയിരുന്നേ, അവിടെ നിന്ന് 80 UDF പിടിച്ചു, 56 LDF പിടിച്ചു. 4 നിയമസഭാ മണ്ഡലത്തിൽ BJP മുന്നിൽ വന്നു. എവിടെ? ലോകസഭാ തിരഞ്ഞെടുപ്പിലാണ് ഈ പറയുന്ന കഥ. എന്നാൽ 2016 നിയമസഭയിലേക്ക് പോയപ്പോൾ LDF വലിയ നില മെച്ചപ്പെടുത്തി 91 സീറ്റ് പിടിച്ചു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റ് പിടിച്ചു? 91 സീറ്റ് പിടിച്ചു, പിണറായി വിജയൻ്റെ ആദ്യ ഗവൺമെൻറ്. അപ്പോൾ 47 സീറ്റ് ആര് പിടിച്ചു? UDF പിടിച്ചു. BJP 1 സീറ്റ് പിടിച്ചു. സീറ്റ് പിടിച്ചു മീൻസ് 1 സീറ്റിൽ മുൻതൂക്കം വന്നു, 1 സീറ്റിൽ സ്വതന്ത്രൻ മുൻതൂക്കം വന്നു. 2019 ലോകസഭയിലേക്ക് കയറി വീണ്ടും UDF 123 നിയമസഭാ മണ്ഡലത്തിൽ ലീഡ് ചെയ്തു. അപ്പോൾ UDF വലിയ ലീഡാണ് ചെയ്തത്. പക്ഷേ പഞ്ചായത്തിൽ, അസംബ്ലി വരുമ്പോഴാണ് ഈ പ്രശ്നം. 16 സ്ഥലത്തെ LDF ലീഡ് ചെയ്തോളൂ, ഒരിടത്ത് BJP ലീഡ് ചെയ്തു. അതേ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2019 ലോകസഭാ തെരഞ്ഞെടുപ്പിൽ 123 സ്ഥലത്ത് UDF കയറി പിടിച്ചു. 123 നിയോജകമണ്ഡലം UDF കയറി പിടിക്കുകയും 19 സീറ്റ്, ആരിഫ് ഒഴിച്ചുള്ള 19 സീറ്റ് ജയിക്കുകയും ചെയ്തെങ്കിൽ, UDF ജയിച്ചെങ്കിൽ, തൊട്ട് 2 വർഷം കഴിഞ്ഞിരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് 99 സീറ്റോടുകൂടി LDF അധികാരത്തിൽ വന്നു. പിണറായി വിജയൻ വീണ്ടും വന്നു. പിന്നെ 98 പിന്നെയാണ്. 41 സീറ്റിലാണ് UDF അധികാരത്തിൽ വന്നത്. അവിടെ 1 സീറ്റിൽ പോലും BJP കയറി വന്നില്ല. വീണ്ടും ലോകസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, അതായത് 2024 ലോകസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ 110 സീറ്റ് കയറി UDF. എന്ന് പറഞ്ഞാൽ 2 വർഷം മുമ്പ് 19 സീറ്റ് LDF പിടിച്ചോളൂ, 11 സീറ്റിൽ BJP കയറി. അങ്ങനെയാണെങ്കിൽ 11 നിയോജകമണ്ഡലം, ലോകസഭാ തെരഞ്ഞെടുപ്പിന് 11 നിയോജകമണ്ഡലങ്ങളിൽ BJP കയറിയെങ്കിൽ ആ 11 മണ്ഡലം പിടിക്കാൻ കഴിയണ്ടേ BJPക്ക്? അല്ലെ പിന്നെ BJP എന്ത് രാഷ്ട്രീയമാണ് ഇവിടെ പുലർത്തുന്നത്? തദ്ദേശ ഭരണ സ്ഥാപനം വന്നപ്പോൾ കഥ വീണ്ടും മാറി. UDF 80ലേക്ക് കുറഞ്ഞു. 110 ലോകസഭാ തെരഞ്ഞെടുപ്പിന് 110 നിയോജകമണ്ഡലം പിടിച്ച UDF പഞ്ചായത്ത് തെരഞ്ഞെടുപ്പപ്പോൾ 80 സീറ്റിലേക്ക് തകർന്നു. 80 നിയമസഭാ മണ്ഡലത്തിൽ മാത്രമേ അവർക്ക് മുൻതൂക്കം ഉണ്ടാക്കാൻ കഴിഞ്ഞുള്ളൂ. 19 കടന്ന LDF 58 11 കടന്ന BJP 2. അങ്ങനെയാണെങ്കിൽ 2025 നിയമസഭാ തെരഞ്ഞെടുപ്പിന്, പിന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആരു നേടും? 19 UDF ലോകസഭയിൽ, നിയമസഭ 2011 UDF, ലോകസഭയിൽ 2014 UDF, നിയമസഭയിൽ 2016 LDF, ലോകസഭയിൽ 2019 UDF, 2021 LDF ആണ് നിയമസഭ. ലോകസഭ 2024 UDF, തദ്ദേശം വന്നപ്പോൾ UDF 25. അങ്ങനെയാണെങ്കിൽ UDF അല്ലേ ശക്തമായിട്ട് മുന്നോട്ട് വരേണ്ടത്? പക്ഷേ പ്രശ്നം അതല്ല. ലോകസഭാ തെരഞ്ഞെടുപ്പിനും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരേ ജനങ്ങൾ തന്നെ മാറി മാറി ചിന്തിക്കും എന്നുള്ളതാണ് കേരള ജനാധിപത്യത്തിൻ്റെ മനോഹാരിത. ഇതാരും ചർച്ച ചെയ്യുന്നില്ല. ഇത് ചർച്ച ചെയ്യാതെ
സ്ഥിരമായിട്ട് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മണ്ഡലം ഉണ്ടെന്നും സ്ഥിരമായിട്ട് ഇവിടെ കോൺഗ്രസ് പാർട്ടിക്ക് മണ്ഡലം ഉണ്ടെന്നും പഠിച്ചു വയ്ക്കുകയാണ്. അങ്ങനില്ല. ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും ലോക്സഭാ തെരഞ്ഞെടുപ്പിനും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും വ്യത്യസ്ത രീതിയിൽ ഒരേ ആളുകൾ തന്നെ പോയി വോട്ട് ചെയ്യുന്ന വളരെ അപൂർവം കാഴ്ച കാണുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ പേരാണ് മാമലനാട് മലയാളം. അതുകൊണ്ട് ഇവിടെ ജനാധിപത്യത്തെ ആരും കയറി കൊഞ്ഞനം കുത്തരുത്. ആളുകൾ മാറി തിരിഞ്ഞ് വോട്ട് കുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ രസകരമായ കഴിഞ്ഞ 2009 മുതൽ മാത്രം എടുത്താൽ പോലും 25 വരെ എടുത്താൽ പോലുമുള്ള ചരിത്രം. ഞാൻ പറഞ്ഞു, നിയമസഭ മാറി വന്നിട്ടുണ്ട്. അവസാനം ഇപ്പോൾ എത്തി നിൽക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 110 നിയോജകമണ്ഡലത്തിലെ വിജയവും UDFും തദ്ദേശ ഭരണ സ്ഥാപനത്തിലെ 80 മണ്ഡലത്തിലെ വിജയവുമായി 2 വിജയവുമായിട്ടാണ് UDF നിൽക്കുന്നത്. LDF 19 മണ്ഡലങ്ങളിൽ 2024 19 മണ്ഡലങ്ങളും 2025 അസംബ്ലി പഞ്ചായത്താകുമ്പോൾ കിട്ടുന്ന 52 മണ്ഡലങ്ങളുമായിട്ടാണ് നിൽക്കുന്നത്. BJP 2024 14 11 2025 പഞ്ചായത്താകുമ്പോഴുള്ള 2മായിട്ടാണ് നിൽക്കുന്നത്. ഇനി നമുക്കറിയാം, ഈ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ മെയ് 4-അറിയാം എത്ര സീറ്റ് കോൺഗ്രസ് പിടിക്കും, UDF പിടിക്കും, എത്ര സീറ്റ് LDF പിടിക്കും, എത്ര സീറ്റ് BJP പിടിക്കുമെന്ന്.